നമ്മളിന്ന് പപ്പായയും ചേനയും കൂടി മോര് പാർന്നാണ് വെക്കുന്നത്. നമ്മൾ കഴുകി വെച്ചതാണ്. ഇതിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. കഷ്ണത്തിൻ്റെ ഒപ്പം നമുക്ക് വെള്ളം ഒഴിക്കണം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇത് വേവട്ടെ. വെന്തിട്ട് നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അരിമുളക് ഇട്ടെണ്ണ, കുരുമുളകുണ്ട്, ജീരകവും ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വന്നെണ്ണ. നമുക്കിനി ഇതിലേക്ക് മോരൊഴിച്ച് കൊടുക്കണം. മോരൊഴിച്ച് കൊടുക്കാം. ഇതിൽ 1.5 നാഴി മോരുണ്ടാവും. കഷ്ണങ്ങൾക്ക് ഈ മോരൊന്ന് പിടിക്കട്ടെ, അതുവരെ തിളക്കട്ടെ. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചേക്കാം. നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അതായതുകൊണ്ട് നമുക്ക് ഓഫാക്കാം. നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തിടണം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതായതുകൊണ്ട് നമുക്ക് കൂട്ടാലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തിട്ടൊന്നു. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ മോര് കൂട്ടാനായിരുന്നു. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.